ഇബാദത്തുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഹനീഫ് കായക്കൊടിനാ ഞാൻ വായിക്കണത്. ഈ 2003 ഡിസംബറിൽ കൊടുത്തതാ. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാദറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധവുമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. അതെന്താ? ജിന്നു മലക്കോ ഭൗതികാന്ന്, അതാ സൂക്ഷ്മം പ്രമാണബദ്ധമായത്. ഇനി കേട്ടോ, ബസ്സാർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. പിന്നെ മൂപ്പര് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഈ ഹദീസിനെ പറ്റി വിശദീകരണം അത് പറയാ ചെയ്യുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി കേട്ടോളൂ, ഒരാളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിന്റെ ഭാഗമാണിത് എന്ന ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിന്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. ഇത് സഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ അത് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. ഇനിയും കേട്ടോ, ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ലെന്നതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നടത്തിയ അത്തരം ചർച്ചകളെ കേവലം വൈജ്ഞാനിക ചർച്ചകളായി മാത്രമാണ് നാം പരിഗണിക്കേണ്ടത്. ഇപ്പൊ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് ഇൽമിയായ ചർച്ചയാണ്. അത് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു കൂട്ടർ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കിയത് കൊണ്ടാണ്. അപ്പൊ ദുർബല ഹദീസ് നമ്മൾ വ്യാഖ്യാനിച്ച് നടക്കുന്നില്ല. എതിരാളികൾ അത് വിഷയമാക്കിയപ്പോൾ അതിന്റെ നിജസ്ഥിതി വിവരിക്കുക മാത്രമാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില ആളുകൾ മൂപ്പര് പറയാണ്, ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്ക് തന്നെ, പക്ഷേ യാ ഇബാദത്തുല്ലാഹ് എന്ന ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാവൂല. അങ്ങനെ ആരാ പറഞ്ഞത്? നിങ്ങൾ ഇല്ലാത്ത വാദം പറഞ്ഞ് മറുപടി പറയണോ? അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ദുർബല ഹദീസ് കൊണ്ട് ഹുക്മ് മാറുമോ എന്നൊരു ചോദ്യം ഇവരുണ്ടാക്കുക ചോദ്യം, എന്നിട്ട് അവരുടെ പുതിയ ഓരോ വാദം ഉണ്ടാക്കുക, എന്നിട്ട് ഇതിന് ചോദ്യം ഉണ്ടാക്കുക. നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് യാ ഇബാദത്തുല്ലാഹി സൂനി എന്ന ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ തൗഹീദിന്റെ ഒരു തത്വമുണ്ട്. ആ തത്വം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മൂപ്പര് പറയുന്നുണ്ട്, എന്നെ ഭൗതിക കാര്യം ചോദിച്ചാലും ശിർക്കാണല്ലോ. എവിടെയെങ്കിലും ഉള്ള ഒരു ജിന്നിനോട് അവനെ പിടിച്ചോ, അവനെ തട്ട്, അവനെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശിർക്കാണ്. ഗായിബായ ജിന്നിനോട് ചോദിച്ച ശിർക്കാണ്. അതിങ്ങനെ സ്ഥാപിക്കാൻ നിങ്ങൾ കുറെ ഫത്വ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി. അതെന്താണെന്നറിയോ? യാ മലായികത്തൽ ഹിഫ്ളി യഹ്ഫളൂനി, എന്നെ സംരക്ഷിക്കുന്ന മലക്കുകളെ എന്നെ സംരക്ഷിക്കണേ, എന്നെ വിളിച്ചുണർത്തണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അപ്പൊ കണ്ടോ, മലക്ക് ഇവിടെ ഹാലറില്ലേ? എന്നിട്ട് ആ മലക്കിനോട് അതിന്റെ കഴിവപ്പെട്ടാ ചോദിക്കണേ, എന്നെ ഉണർത്തണേ, എന്നിട്ടും കൂടി ശിർക്കായില്ലേ? അത് അദ്ദേഹം കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താ സംഗതി എന്നറിയോ? ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സൗദി അറേബ്യയുടെ തെക്കു ഭാഗത്തുള്ള ജിസാൻ ഭാഗത്തുള്ള കുറെ ആളുകളുണ്ട്. അവിടെ ജിന്നുകളെയും മലക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും അവരോട് സഹായം ചോദിക്കുകയും പ്രയാസഘട്ടങ്ങളിലൊക്കെ ജിന്നുകൾ ദുആ ചെയ്യുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് എഴുതിയൊരു കത്തുണ്ട്. ആ കത്ത് നമ്മൾ വായിക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം മനസ്സിലാകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മിൻ അബ്ദുൽ അസീസ് ബിൻ ബാസ് ഇലാ മൻ യറാഹു മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫഖദ് സഅലനി ബഅദുൽ ഇഖ്വാൻ അമ്മാ യഫ്അലു ബഅദുൽ ജുഹാൽ, ചില വിവരം കെട്ട ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റി എന്നോട് ആളുകൾ ചോദിക്കുകയുണ്ടായി. മിൻ ദുആഇ ഗൈരില്ലാഹി സുബ്ഹാന വൽ ഇസ്തിൻജാദി ഫിൽ മുഇമ്മാതി. കണ്ടോ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് സഹായം തേടുക പ്രയാസഘട്ടങ്ങളിൽ, പ്രധാന ഘട്ടങ്ങളിലൊക്കെ. കദുആഇൽ ജിന്നി വൽ ഇസ്തിഗാസതി ബിഹിം, ജിന്നുകളെ വിളിച്ച് തേടുക, അവരോട് ഇസ്തിഗാസ നടത്തുക. വന്നദിരി ലഹും, അവർക്ക് വേണ്ടി നേർച്ചയാക്കുക. വദ്ദബഹി ലഹും, അവർക്ക് വേണ്ടി അറവ് നടത്തുക. എന്നിട്ട് അതിന് ഉദാഹരണം പറയാണ്. അവർ ചില ആളുകൾ പറയുന്നുണ്ട്, യാ സബ്അത ഖുദൂഹു, ഏഴ് ആളുകളെ അവനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽപ്പെട്ട നേതാക്കന്മാരിൽ ഏഴാ. ഇത് ഈ കത്ത് സുഹൈർ മൗലവി നമ്മളെ അൽമനാറിൽ പണ്ട് എഴുതിയിരുന്നു. എത്ര 82 മറ്റോ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭൗതിക കാര്യമാണെങ്കിലും ആ ദൂരെയുള്ള ജിന്നുകളോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. മാത്രല്ല വമിമ്മാ യൽതഹഖു ബിഹാദൽ അംരി ദുആഇൽ അംവാതി മിനൽ അംബിയാഇ വസ്സാലിഹിൻ വഗൈരിഹിം വദുആഇൽ മലായികത്തി വൽ ഇസ്തിഗാസതി ബിഹിം
ഫഹാദാ കുല്ലു വസ്ബാഉ വാഖിഅൻ മിൻ കതീരി മിമ്മൻ യന്തസിബു ഇലൽ ഇസ്ലാം ജഹ്ലൻ മിൻഹു വതഖ്ലീദൻ ലിമൻ ഖബ്ലഹു. കണ്ടോ, ഇത് ആളുകളിൽ നിന്ന്, മുസ്ലിമീങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് അജ്ഞതയാലും മുൻഗാമികളെ അന്ധമായി അനുകരിച്ചതിനാലും ഈ മലക്കുകളോട് പ്രാർത്ഥിക്കുക, അവരോട് ഇസ്തിഗാസ ചെയ്യുക, ജിന്നുകളോട് പ്രാർത്ഥിക്കുക, സാലിഹികളോട് പ്രാർത്ഥിക്കുക എന്നതൊക്കെ വരുന്നുണ്ട്. കണ്ടോ, വഹാദാ യൂജദു കസീറൻ ഫീ ബഅദിൽ ജിഹാത്തിൽ ജനൂബിയ. സൗദി അറേബ്യയുടെ തെക്കു ഭാഗങ്ങളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കൂട്ടര് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നെ എന്നെ വിളിച്ചോണത്തണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അവിടെ ശൈഖിന്റെ മറുപടിയിൽ ഇഹ്ഫദൂനി, നിങ്ങൾ എന്നെ കാക്കണേ, യാ ജിന്നൽ ബൈത്ത് ഇഹ്ഫദൂനി. ഇഹ്ഫദൂനി പറഞ്ഞാൽ എന്താ? മൊയ്തീൻ ശൈഖെ കാക്കണേ എന്ന് പറയുന്നത് പോലെയാണ്. അത് ശിർക്കാണ്. അപ്പൊ ഒരിക്കലും തന്നെ ഫത്വകൾ വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ജനൂബ് ഭാഗത്തുള്ള ഈ വിശ്വാസമുള്ള ജിന്നുകളെ വിളിച്ചു വേടുകയും അവരോട് സഹായം ചോദിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുള്ള, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ജിന്നുകളെ വിളിക്കുന്ന ആളുകളോട് അവര് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിളിച്ചാലും അത് ശിർക്കന്നെ, എന്ത് ചോദിച്ചാലും അത് ശിർക്കന്നെയാണ്. കാരണം അവർ മനസ്സിലുള്ളത് എന്താ? പ്രാർത്ഥനാഭാവമാണ്. അഖസാഖായത്തിൽ ഖുദൂഇ വതദല്ലുലാണ്. ഇത് ശൈഖ് ഇബ്നു ബാസിന്റെ മജ്മൂ ഫതാവയിൽ തന്നെ ഈ കത്ത് കാണാൻ സാധിക്കും. വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. അപ്പോ മലക്കുകളെ ഞങ്ങളെ വിളിച്ചുണർത്തണേ എന്ന് പറഞ്ഞാൽ പോലും ശിർക്കാണ്. ഇത് മുപ്പര് എന്തിനാ പറയണത്? ഹാദിറിനോട് ചോദിച്ചാലും കഴിവിൽപ്പെട്ട് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇബ്നു ബാസിന്റെ വാദം. പണ്ഡിതന്മാർക്കില്ലാത്ത വാദം അവരെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വെച്ച് കെട്ടാൻ ശ്രമിക്കരുത്. ഹനീഫിനെ പോലുള്ള ആളുകൾ, ഹനീഫ് ദുഃഖിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇനിയും ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയട്ടെ. സക്കരിയ സലാഹി പിന്നെ ഹിഫ്ദുർ റഹ്മാന്റെ അടുത്തേക്ക് ചികിത്സക്ക് അയച്ചു. വലിയ ഇഷ്യൂ. ജിന്നുബാധയുണ്ടെന്നും സിഹിർ ബാധയുണ്ടെന്നും അതിനൊരു ചികിത്സ റുഖ്യ ശർഇയ്യ എന്നൊരു ചികിത്സാ രീതി ഉണ്ടെന്നും നമ്മൾ സമ്മതിച്ചാൽ, തൗഹീദുള്ള KNM-നെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു ഹിഫ്ദുർ റഹ്മാൻ, അല്ലേ? KNM-ന് വേണ്ടി നെറ്റിൽ എഴുതുകയും സുബൈർ മങ്കടയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞവർക്കെതിരിലും മടവൂരികൾക്കെതിരിലും നല്ല ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ആളായിരുന്നു. പിന്നീട് അദ്ദേഹം റുഖ്യ ശർഇയ്യ വിഷയം വന്നപ്പോ ഈ അബ്ദുറഹ്മാൻ സലഫി, ഈ അബ്ദുറഹ്മാനൊക്കെ കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ബഹളം ഉണ്ടാക്കുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹം നമ്മളിട്ട് പണങ്ങിപ്പോയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാസറ്റ് ചെവിയിലിട്ട് കേൾപ്പിച്ചപ്പോ ഖുർആൻ കേട്ടപ്പോ വയലന്റ് ആയൊരു കുട്ടി, ഞാൻ പറഞ്ഞു, മോനെ ഇതിന് ഇവിടെയൊന്നും ചികിത്സല്ല, സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്ക് അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ചർച്ചയൊന്നും ചെയ്തിട്ടില്ലെന്ന്, ചർച്ചയ്ക്ക് ചെയ്യുന്നതിന് മുമ്പാ. അപ്പൊ ഇങ്ങനെ നമ്മളെ KNM-ആയിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ട്, അവിടെ നിന്ന് പോയി നോക്കിക്കോളൂ. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഇപ്പൊ ചില ആളുകൾ പറയാം, അദ്ദേഹത്തിന് ഇതിൽ കഴിവുണ്ടോ ഇല്ലേ എന്നറിയാതെ എങ്ങനെ അയക്കും? ഇത് വലിയ ഡോക്ടറാകേണ്ട വിഷയമൊന്നുമല്ല, ഖുർആൻ ഓതി കൊടുക്കലാണ്. പക്ഷെ ഓതുമ്പോ ഇളകിയാല് എന്ത് കൈകാര്യം ചെയ്ത് നമുക്ക് കഴിയില്ല. ചെയ്ത് ശീലമുള്ളവർക്ക് അറിയുള്ളൂ. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? അനസ് മൗലവി ഡോക്ടർ സുബൈറിന്റെ വിളിച്ചു കൊണ്ടുപോയി, കാറിൽ കൊണ്ടുപോയി, തന്റെ കുടുംബത്തിൽ പോയി ജിന്നിറക്കാൻ സഹകരിച്ചു, തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഈ സംഭവം പലയിടത്തും അറിഞ്ഞു. അത് മൂടി വെക്കാനാണ് സക്കരിയ സലാഹി ഇബ്ദുർ റഹ്മാന്റെ അടുത്ത് അയച്ചോന്ന് പറഞ്ഞത്. എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, AP-യോടും പറഞ്ഞു, TP-യോടും പറഞ്ഞിട്ടുണ്ട്. റുഖ്യ ശർഇയ്യ എന്നൊരു ചികിത്സാ രീതി ഉണ്ടെങ്കിൽ തൗഹീദുള്ള, ശിർക്കൻ വിശ്വാസമില്ലാത്ത, ഖുർആൻ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന, റുഖ്യ ഒരു ബിസിനസ് ആക്കാത്ത ഒരാളടുത്ത് അയച്ചു എന്നത് ഞാനൊരു തെറ്റായിട്ട് പറഞ്ഞല്ല. പക്ഷേ സുബൈർ ഡോക്ടറുടെ അടുത്തേക്ക് അനസ് മുസ്ലിയാർ, സുബൈർ ഡോക്ടർ കാറിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നു. എന്താ, അനസ് മുസ്ലിയാർക്ക് ഖുർആൻ ഓതാൻ അറിയിട്ടാ? ഹാഫിളീങ്ങളായ ആളുകൾ വരെ സുബൈർ ഡോക്ടർ അടുത്ത് വന്നത് സുബൈർ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ വിഷയമാക്കി കൊണ്ട് നടക്കേണ്ടതില്ല. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറെ കാര്യങ്ങൾ വിശദീകരിക്കാണ്ട്, പക്ഷെ സമയം വൈകിയത് കാരണം മറ്റുള്ള നാളെ ജോലിക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ ജില്ലാ വിശദീകരണങ്ങൾ ഏതാണ്ട് അവസാനിക്കുകയാണ്. 17-ാം തീയതി നമ്മൾ കോഴിക്കോട് വെച്ച് ഇൻഷാ അല്ലാഹ് അഹ്സനിക്കുള്ള മറുപടി തുടരുകയാണ്. പിന്നീട് 24-ാം തീയതി മലപ്പുറത്തുണ്ട്. അതുപോലെ 21-ാം തീയതി തൊടുപുഴ വെച്ച് കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് വേണ്ടിയുള്ള വിശദീകരണ യോഗമുണ്ട്. നിങ്ങൾ സഹകരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ പരസ്പര സഹായ സഹകരണങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അനസ് മുസ്ലിയാർ ഇപ്പൊ പോയി സ്വന്തം ക്ലിപ്പ് തന്നെ കട്ടുമുറിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ ലേഖനം കട്ട് വായിക്കുക,
എന്തിനാണ് സഹോദര ഇങ്ങനെയൊക്കെ? ഒരു ആദർശ പ്രസ്ഥാനത്തിൽ ഈ തൗഹീദി പ്രബോധന രംഗത്ത് നമ്മൾ കൂട്ടായി മുന്നോട്ട് പോയിരുന്ന സമയത്ത് നമ്മളെ ഭിന്നിപ്പിക്കാൻ അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ വലയിൽ നിങ്ങൾ എന്തിനു വീണുപോയി? ഞാൻ ആ ദൗറ നടക്കുന്ന സന്ദർഭത്തിൽ സൗദിയിൽ നിന്ന് ഹനീഫ് കായക്കൊടി വിളിച്ച് കരഞ്ഞു പറഞ്ഞതാണ്, സൂക്ഷിക്കണം ഹനീഫ്, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും പലരും. നമ്മൾ കുറച്ചുപേർ വിരലിലുണ്ടാവുന്ന ആളുകളെ ഈ പ്രബോധന രംഗത്തുള്ളൂ, നമ്മളെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് വളരെ ശക്തമായി കരഞ്ഞു ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ വലയിൽ വീണുപോയി. അതുകൊണ്ട് ഇനിയും മടങ്ങാൻ സമയം വൈകിയിട്ടില്ല. നമ്മൾ ഈ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു കോക്കസ് വിചാരിച്ചാൽ ഒരിക്കലും തന്നെ ഈ ദഅവത്ത് മുടങ്ങുകയില്ല എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞുപോയ ചോദ്യങ്ങളാണ് അധികവും. അദ്ദേഹം മുജാഹിദ് പ്രവർത്തകർ താങ്കളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ചില കാര്യം നിജസ്ഥിതിയരാണ്. ജിന്നിനോട് സഹായം തരുന്ന വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ആവശ്യപ്രകാരം ഇത് പറഞ്ഞു പോയതാണല്ലേ. ഒപ്പിട്ട ശേഷം നിർബന്ധാവസ്ഥ പറഞ്ഞ ഒപ്പിടാതിരിക്കുന്നതായിരുന്നില്ലേ ഉചിതം? സമസ്തക്കാരുടെ സമീപം താങ്കളോടും എന്നതിനെ എന്തിനു ഭയപ്പെട്ടു? ഞാനെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇഫ്ലുർ റഹ്മാന്റെ അടുക്കൽ അതും പറഞ്ഞു. ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കാണ് എന്നതിൽ മുജാഹിദുകൾക്ക് തർക്കമെന്നിരിക്കെ ചില സഹായതേട്ടങ്ങൾ തെറ്റില്ലാത്തതും മറ്റൊരു വസീയത്ത് ശിർക്കുമാകുന്നത് എങ്ങനെ? അത് പ്രാർത്ഥനയാകാത്ത സഹായതേട്ടം, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ടല്ലോ, അതൊരിക്കലും എന്തല്ല, തെറ്റായ കാര്യമല്ല. പിന്നെ ജിന്നാകുമ്പോ മലക്കാകുമ്പോ അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം നമ്മൾ കാണാത്ത സൃഷ്ടികളാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ പല ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ ആ ബാബ് അടക്കണമെന്ന് പറഞ്ഞു. റസൂലോ സഹാബത്തോ ഒരിക്കൽ പോലും അത് ചെയ്യാത്തത് കൊണ്ട് ശിർക്കിലേക്കുള്ള മാർഗം എന്നതിനാൽ അത് ഹറാമാണ്. പിന്നെ കുളത്തിൽ വീണതൊക്കെ നേരത്തെ പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞതാ. അബ്ദുല്ലക്ക് സുല്ലമി ആമയൂരും മക്കളും ജിന്ന് ചികിത്സാ കേന്ദ്രം തുടങ്ങിയെന്നൊരു ആരോപണം കേൾക്കാണ്ട് സത്യാവസ്ഥ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ തരങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ അയൽവാസി ഇവിടെ സവാദ് സലഫി ഇവിടെ ഇരിക്കുന്നുണ്ട്. പച്ച കള്ളം പറയാണ് ഇവര്. അഭൗതികവും ഭൗതികവും വേർതിരിക്കുന്നത് കേൾക്കുന്നതും കാണുന്നതുമാണെങ്കിൽ അള്ളാഹു നമ്മെ കാണുകയും കേൾക്കുകയും അല്ലേ? അള്ളാഹു നമ്മെ കാണുന്നത് കേൾക്കുന്നുണ്ട്. അള്ളാഹു ഭൗതികമാണോ? ഹനീഫയുടെ പ്രസംഗത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇപ്പൊ ഇവർക്ക് തന്നെ അറിയുന്നില്ല. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണുന്നു. നമ്മൾ അള്ളാഹിനെ കാണുന്നുണ്ടോ? ഇല്ല. അള്ളാഹു അല്ലാത്തതൊക്കെ ഭൗതികം, അള്ളാഹു മാത്രമാണ് അഭൗതിക കഴിവുള്ളവൻ എന്നാണ് ഇത്രകാലം നമ്മൾ പറഞ്ഞത്. അതാണ് നേരത്തെ ബൽക്കീസിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട AP-യുടെ ചോദ്യോത്തരം ഞാൻ വായിച്ചത്. താങ്കൾക്ക് പുതിയൊരു സംഘടന ഉണ്ടാക്കാൻ വല്ല തീരുമാനവുമുണ്ടോ? ഇല്ല. ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതിനേക്കാൾ നല്ലത് പുതിയ സംഘടന ഉണ്ടാക്കിക്കൂടെ? വ്യക്തിഹത്യ നടത്തിയിട്ടില്ലല്ലോ. സംഘടനയിൽ അയാൾ ചെയ്ത കാര്യം പറഞ്ഞത്. അയാളുടെ സാമ്പത്തിക ജീവിതോ ലൈംഗിക ജീവിതോ ഒരു കാര്യവും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? വ്യക്തിഹത്യ എന്നതാണ്. സംഘടനയിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ദഅവത്ത് മുടക്കുന്ന എന്തിനാണ്? അത് TP വന്നപ്പോ ചോദിക്കേണ്ട നിങ്ങള്. ഞാനൊരു കൊല്ലം ഇവിടെ മിണ്ടാതിരിക്കുന്നു. ഒരു പണ്ഡിതന്റെ പ്രഭാഷണത്തിൽ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. ഇത് രണ്ട് കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? ഒരു സഹാബി തന്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്റെ ഭാര്യ ഒരു ഇഴജന്തുവിനെ കണ്ട് ഭയന്നു നിൽക്കുകയും ആ സഹാബി ആ പാമ്പിനെ വധിക്കുകയും ചെയ്തു. തത്സമയം തന്നെ ആ സഹാബി മരണമടയുകയും ഉണ്ടായി. ഇത് സഹീഹായ ഹദീസാണ്. അത് ജിന്നായി എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അത് മുസ്ലിമിലുള്ള ഹദീസാണ്. ഒരു ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോയി. കല്യാണം കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം സമ്മതം ചോദിച്ചു വീട്ടിലേക്ക് വരും. വരുമ്പോ ഭാര്യ പുറത്ത് വെക്കുന്നത്. എന്താ നീ പുറത്ത് വെക്കുന്നത്? കണ്ടോ, കിടക്കയിൽ പോയി നോക്കും. ഒരു വലിയ സർപ്പം ഒരു കുന്തമെടുത്ത് കുത്തി, കുന്തത്തിലത് കോർത്തു, പാമ്പ് ചത്തു, സഹാബി മരിച്ചു വീണു. അപ്പൊ റസൂല് പറഞ്ഞു, നിങ്ങളെ മദീനയിൽ കുറെ ജിന്നുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ വല്ല പാമ്പ് നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങൾ 3 ദിവസം അവയെ താക്കീത് ചെയ്തു വിടണം. 4-ാം ദിവസം പോയില്ലെങ്കിൽ അത് ശൈത്താനാണെന്ന് മനസ്സിലാക്കണം, കൊല്ലണം
എന്ന് പറഞ്ഞു. അത് ഈ ഹദീസാണ്. അപ്പൊ ജിന്ന് മനുഷ്യനെ കൊല്ലുമെന്നതിന് തെളിവായി എന്റെ പ്രബന്ധത്തിലും ഹനീഫ് കായക്കൊടിയും മറ്റും കൊടുത്ത പ്രബന്ധത്തിലും ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. വിശ്വാസിയുടെ ഭവനത്തിൽ ഇതുപോലെ ഇഴജന്തുക്കൾ വന്നാൽ അതിനോട് 3 പ്രാവശ്യം ഒഴിവായി പോകാൻ പറഞ്ഞിട്ട് പോകാതിരുന്നാൽ മാത്രം അതിനെ ഉപദ്രവിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയുണ്ടായി. ഇത് സഹിയാണോ അല്ലയോ എന്ന് അറിയേണ്ടതുണ്ട്. ഇത് അന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. മദീനയിൽ കുറെ ജിന്നുകൾ മുസ്ലിങ്ങളായപ്പോൾ നബി പറഞ്ഞതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞത് മദീനയിലെ അന്നത്തെ അതിന് സംഭവത്തിന് മാത്രം ബാധകമായ കാര്യമാണ്. പിന്നെ പുറത്തു നിന്നുള്ള ഒരു പാമ്പ്, നമുക്ക് വരയും കുറിയൊക്കെ മനസ്സിലാക്കുന്ന ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ കണ്ടാൽ ഒന്നും ആലോചിക്കണ്ട, അതിനെ കൊല്ലണം, യാതൊരു സംശയമല്ല. പിന്നെ മൂർഖനും വെള്ളിക്കെട്ടനും അണലിയൊക്കെ നമുക്ക് തിരിച്ചറിയുന്നത് എവിടെ കണ്ടാലും കൊല്ലണം, ഹറമിൽ വെച്ചവരെ കൊല്ലാന്നാണ്. ജിന്നിനോട് എന്ത് സഹായം ചോദിച്ചാലും ശിർക്കാകുമോ അതോ ചില സഹായം ചോദിക്കാത്ത ശിർക്ക്, അതെല്ലാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ലൈഫായ ഹദീസുണ്ട് എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ പുറത്തുന്നത്. ആരും ഇവിടെ പുലർത്തിയിട്ടില്ല, പുലർത്താതിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുവേണ്ടിയാ ഈ നിങ്ങളെ വളരരുത് എന്ന് പറയാനാണ് ഈ മീറ്റിംഗ് വിളിച്ചതന്നെ. സലഫുകളിൽ പലരും ജിന്നിനെ വിളിക്കൽ അനുവദനീയം എന്ന് പറഞ്ഞു എന്ന് കായക്കൊടി തിരുവനന്തപുരത്ത് പറഞ്ഞു. നിങ്ങൾ അതും സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ല. കാരണം എന്താ? നബിയോ സഹാബത്തോ അങ്ങനെ അനുവദിച്ചിട്ടില്ല. നബിയോ സഹാബത്തോ അനുവദിച്ചിട്ടില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അനസ് മുസ്ലിയാർ കട്ട് ചെയ്ത ക്ലിപ്പ് ഒന്ന് കാണിക്കാമോ? പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ടോ? ഒന്ന് കാണിക്കോളൂ. ആ 22 ക്യാരറ്റ് അത് കാണിക്കുന്നതിന് മുമ്പ് പറയട്ടെ, അതിന്റെ ഓഡിയോ ആണ് ആദ്യ ഭാഗം. കാരണം അവർ കാസറ്റ് ഇറക്കുന്നില്ല, അപ്പോ നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. അതായത് ഇസ്ലാഹി വാസികയിൽ വന്നത് 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാര് പറഞ്ഞു? അലിമദനി പറഞ്ഞു. അപ്പോ അനസ് മൗലവി പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം ഉയർത്തിപ്പിടിച്ചിട്ട് അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ ഇതും ശിർക്കല്ലേ എന്ന് ചോദിക്കാണ്. ഇപ്പൊ മൂപ്പര് വിവാദം വന്നപ്പോ ഒരു മുഖാമുഖത്തിൽ നിങ്ങൾ അത് ശിർക്കാണെന്ന് പണ്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പണ്ട് പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇതിട്ട് കാണിക്കാണ്. 22 ക്യാരറ്റ് ശിർക്കാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. ചോദിക്കണം എവിടെ? ഞാൻ പറഞ്ഞു, എവിടെ പറഞ്ഞു? ഇസ്തിഖാമയിൽ പറഞ്ഞു. 2012 അതിനുശേഷത്തെ ഞാൻ വിധി പറയുന്നത് പറയുന്നത് അല്ലേ? കേട്ടോ? അവിടെ ഇരിക്കൂ, കേട്ടോളൂ. എന്നെ പറ്റി പറഞ്ഞ ആരോടും മറുപടി കേട്ടോളൂ. 2009 മാർച്ച് 25 2009 മാർച്ച് 25 കേട്ടോളൂ. ശിർക്കാണ് ഇത്, ഇസ്ലാമല്ല, പ്രാർത്ഥന തൗഹീദ്. ചെറിയ മുട്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി പറയുന്നവരെ പറയണം, വിശദീകരിക്കുന്നവർ വിശദീകരിക്കണം. എന്താ പറയുന്നത് കേട്ടോളൂ. വിജനപ്രദേശത്ത് ഞാൻ വ്യാഖ്യാനിക്കട്ടെ. വിജനമായ പ്രദേശം, ആ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ളത് എന്താ? ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള, വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട്, അപ്പൊ ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയല്ല. അവ ജിന്നുകളോട് സഹായം തേടാം, ഇങ്ങനെ വാശി പ്രാർത്ഥിക്കാം എന്ന് ചെറിയ മുണ്ടം എഴുതിയത്, ശബാബിൽ എഴുതിയത് നിങ്ങൾ സമാനത്ത് ബുക്കാക്കി യുവത വിറ്റ് കാശാക്കുന്നു. 22 ക്യാരറ്റ് ചെറുക്കല്ലെന്നല്ല, തീർന്നില്ല, അവിടെ ഇരിക്ക്. 22 ക്യാരറ്റ് ചെറുക്ക്. ജബ്ബാർ മൗലവി എഴുതിയത് ചെറിയ മുണ്ടം എഴുതി. എന്താ? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോ മലക്കുകളോ അവരുടെ ശബ്ദം കേൾക്കുമെന്ന് കരുതി സഹായം തേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? എന്താണ് ഇത് പറഞ്ഞത്? ശിർക്കാണോ ശിർക്കല്ലല്ലോ? എന്താ പറഞ്ഞത്? ശിർക്ക്. 22 ക്യാരറ്റ് ശിർക്ക്. അവിടെ ഇരിക്ക്, തീർന്നില്ല, ബഹളം വെക്ക. ഇനി അതിന്റെ ഫുൾ ക്ലിപ്പ് കണ്ടോളൂ. എന്താ സംഭവം? അവരുടെ മൗലവി എഴുതിയെന്ന കണ്ണട വെച്ച് പ്രായം ചെന്ന ഒരു മൗലവിയെ കാണിച്ചു തന്നില്ലേ? കൊണ്ടോട്ടിക്കടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ്, 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് 42ാമത്തെ പേജ്. ഇനി ഇതിലെ പത്രാധിപ സമിതി എന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാനോ ആരൊക്കെ ഉള്ളത് അറിയാം നിങ്ങൾ? പത്രാധിപ സമിതി
ഹുസൈൻ സലഫി, ഡോക്ടർ KK സക്കരിയ സലാഹി, P. അബ്ദുൽ ജബ്ബാർ മൗലവി, MP ഖാദിർ കരുവമ്പൊയ്യ്, ഷാഫി സലാഹി ചങ്ങലിയേരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അമീർ ഒതുക്കുങ്ങൽ, ഇതിൽ എഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട്. അതിൽപ്പെട്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എന്താ എഴുതിയത്? 42ാമത്തെ പേജ്. സംഭവം എന്താ അറിയോ? കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, കുടുങ്ങിപ്പോയി. അപ്പൊ അവിടുന്ന് മലക്കു കേൾക്കും, ജിന്ന് കേൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണ്. കണ്ടോ, 22 ക്യാരറ്റ് ശിർക്കാണ് എങ്കിൽ ആ 22 ക്യാരറ്റ് ശിർക്ക് ഇവിടെ എവിടെ പ്രാർത്ഥന തൗഹീദ് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ദാവുത്തക യുവത പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ആ 22 ക്യാരറ്റ് ശിർക്ക് ദാ പിടിച്ചോ. എന്താ പറയണത്? എവിടുന്നാ പഠിക്കുന്നത്? എന്താ ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലാക്കിയത്? അത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ 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 ഒത്തുനോക്കാൻ മലയാളം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ വരൂ, വായിച്ചു നോക്കൂ. ഇത് രണ്ടും ഒത്തു വായിച്ചു നോക്കൂ. എന്താ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിലുള്ളത് 2 വട്ടം വായിച്ചല്ലോ, ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. ഈ ഇസ്ലാഹിലുള്ളത് ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. പത്രാധിക സമിതിക്ക് കേട്ടല്ലോ എന്താ ഇസ്ലാഹിലുള്ളത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ. അപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം ക്ലിപ്പ് അദ്ദേഹം കട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒതായിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്റെ ക്ലിപ്പല്ല കട്ട് ചെയ്ത്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെയുണ്ട്. അപ്പൊ സ്വന്തം ക്ലിപ്പ് പോലും കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തി. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ ഇതാ ചെറിയ മുണ്ടം എഴുതിയിട്ടുണ്ട് അതേ 22 ക്യാരറ്റ് ശിർക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചതിന് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ ഞാൻ പണ്ടേ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാണ്. എന്തിനാണ് ഇങ്ങനെ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ താല്പര്യപൂർവ്വം പഠിച്ചു മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇവിടെ 5 രൂപയുടെ പുസ്തകം അത് നിങ്ങൾ വാങ്ങണം. കാസറ്റുകൾ പുറത്ത് വിൽപ്പനക്കുണ്ട്, പല സ്ഥലത്തുള്ള വിശദീകരണങ്ങളുടെ അത് നിങ്ങൾ വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഒരു സഹോദരൻ ആക്സിഡന്റിൽ കാലുകൾ തളർന്ന നിലയിൽ ചികിത്സയിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷംസാസ് എന്ന നമ്മുടെ പ്രവർത്തകൻ, അള്ളാഹു അദ്ദേഹത്തിന് വേഗം തന്നെ രോഗശമനം നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സഹോദരൻ ജാബിർ കായക്കൊടി നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവ് അന്ന് പിരിയുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഇപ്പോൾ നിങ്ങൾ അല്ലാഹു ഗഫൂർ ലഹു എന്ന് പറഞ്ഞു, അല്ലാഹു മുസബ്ബിത്ത് എന്നൊക്കെ പറഞ്ഞു, പോരാ, തൂലൽ ഹയാത്ത്, ജീവിതകാലം മുഴുവനും നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ വാപ്പ എന്നോട് വസിയത്ത് ചെയ്യേണ്ടായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി, നമ്മൾക്ക് അപ്രതീക്ഷിതമായി നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പിന്നെ ചില പ്രത്യേക വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സർക്കുലർ ഒരു പ്രവർത്തകൻ കാണിച്ചു തരുണ്ടായി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ മുജാഹിദ് ബാലുശ്ശേരിയെ ഒരു പരിപാടിക്കും വിളിക്കാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തെ വീണ്ടും പുറത്താക്കി. APയുടെ സർക്കുലർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവരെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഓരോരുത്തരെങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഘടന കൈയടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ പേരിൽ മാത്രമല്ല. ചില ആൾ വിചാരിക്കും എന്നോടുള്ള എന്തോ വ്യക്തിവിരോധം കൊണ്ടായിരിക്കും എന്ന്. അല്ല, അത് അവരുടെ വഴിവിട്ട പ്രവർത്തനത്തെ, ഈ കോക്കസിന്റെ വഴിവിട്ട പ്രവർത്തനത്തെ ആരൊക്കെ അനുകൂലിക്കുന്നില്ലയോ അവരെയൊക്കെ തട്ടും. ഇപ്പൊ KNM ഏതാണ്ട് കയ്യിലാക്കി ISMന്റെ നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ISMന്റെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ ഒക്കെ രൂപീകരിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ KNMന്റെ പ്രതിനിധിയായിട്ട് ആരാ പോവാന്ന് KNM സെക്രട്ടറിയുടെ ചർച്ച ഉണ്ടായപ്പോ അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ഞാനാണ് പോകുന്നതെങ്കിൽ ഞാനൊരു പാനലങ്ങ് അവതരിപ്പിക്കും, അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിരിച്ചുവിട്ടിട്ട് ഞാൻ പോരുന്നു. അപ്പൊ ISM പിരിച്ചുവിടണമെന്നാ മൂപ്പരാഗ്രഹം. അപ്പൊ മറ്റൊരു സെക്രട്ടറി പറഞ്ഞു, എനിക്കതിനോട് യോജിപ്പില്ല, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. കണ്ടോ? എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തോ, ഇക്കഴിഞ്ഞ കൗൺസിലിൽ പങ്കെടുത്ത ആളുകളോട് അറിയാം അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് ബഹളവും മറ്റുമൊക്കെ ഉണ്ടായി. എന്താ കാരണം എന്നറിയോ? ഈ കഴിഞ്ഞ കൗൺസിൽ നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ്
30/9/2012 എടവണ്ണ ജാമ്യയിൽ വെച്ച് ISMനെതിരെ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നു. പലരെയും വിളിച്ചു, പലരെയും കിട്ടിയില്ല. കിട്ടിയ പലരെയും കൂട്ടി. അതിൽ പങ്കെടുത്ത ചിലത് എനിക്ക് കിട്ടിയ വിവരമാണ്. എന്നിട്ട് അവിടെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുകയാണ്. ഒരു പ്രത്യേക റൂമിൽ ഇരുന്നവർ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടിയിട്ട് ISMന്റെ പ്രവർത്തന ശൈലി ശരിയല്ല എന്നിട്ട് ഇയാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ട് വിശ്വസിച്ച ചിലർ ചോദിച്ചു, എന്നാൽ പിരിച്ചുവിട്ടുകൂടെ? പിരിച്ചുവിട്ടാൽ ഭയങ്കര എതിർപ്പുണ്ട്. അതുകൊണ്ട് എതിർപ്പ് വരാതിരിക്കണമെങ്കിൽ ISMന്റെ കൗൺസിലിൽ നിന്ന് തന്നെ പരാതി വരണം KNMന്. അതുകൊണ്ട് കൗൺസിലർമാരെ നമ്മൾ സ്വാധീനിച്ചിട്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം KNMന്. അപ്പൊ KNM നടപടിയെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ കൗൺസിലിൽ വെച്ച് ഒന്ന് പരീക്ഷിച്ചവര്. മജീദ് സലാഹിയുടെ നേതൃത്വത്തിൽ ISM കൗൺസിലിൽ ബഹളം. ഗുണ്ട ടൈപ്പ് പെരുമാറ്റമായിരുന്നു മജീദ് സലാഹിക്കുന്ന അവിടെ പങ്കെടുത്ത ചില ആളുകൾ എന്നോട് പറഞ്ഞത്. ഒരാളെ എണീക്കുക, അപ്പൊ സ്വാഭാവികമായി ഇരിക്കണം, അവിടെ ഇരിക്കണം, വേറെയും ഒരാൾ എണീക്കുമല്ലോ. ആകെ ബഹളായി. അപ്പൊ ISM ഭാരവാഹികൾ സംയമനം പാലിച്ചത് കൊണ്ടാണ് ഒരു വലിയ പ്രശ്നം ഒഴിവായത്. എന്നിട്ട് അവസാനം ഭാരവാഹികൾ പറഞ്ഞു, കൗൺസിലർമാരെല്ലാവരോടും ഇരിക്കുന്നത്. ഇരുന്ന് നോക്കുമ്പോ അവശേഷിച്ചത് 6 പേര് മാത്രം. അപ്പൊ വരെ കുഴപ്പക്കാര്. എന്നിട്ട് അവര് ആ പറഞ്ഞ കത്ത്, KNMനുള്ള കത്ത് കൊടുത്തു. നോക്കുമ്പോ ഒപ്പിട്ട എത്ര ആളാരോ? 8 പേര്. മജീദ് സലാഹിക്ക് പോലും ഒപ്പിടാൻ ധൈര്യം ഉണ്ടായില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവരുടെ വഴിവിട്ട പ്രവർത്തനത്തെ അനുകൂലിക്കുന്നില്ല എന്നതിന്റെ പേരിൽ ISMന് മേൽ കൈവക്കാൻ നോക്കുകയാണ്. ഇനിയിപ്പോ MSMന് ജാമ്യയിൽ നടന്ന ഈ മുഖാമുഖത്തിൽ ISM പ്രസിഡന്റിനെയും സെക്രട്ടറിയും പരസ്യമായി അയാൾ ആക്ഷേപിച്ച് സംസാരിച്ചു. അത് ബൈലക്സിലൊക്കെ കേട്ടു. ജാമ്യ എന്ന് പറഞ്ഞാൽ ഇയാളുടെ തറവാട്ട് സ്വത്ത് പോലെയാണോ? MSMന് ചീത്ത പറയാനുള്ളതും ISM നേതാക്കളെ ചീത്ത പറയാനുള്ളതാണോ ജാമ്യ? ഞാനിത് ചോദിക്കുന്നത് എന്റെ മാത്രം ഒരു കാര്യമായിട്ടല്ല. അയാളുടെ വഴിവിട്ട പ്രവർത്തനത്തെ അനുകൂലിക്കാത്തവരെയൊക്കെ വെട്ടിനിരത്തുക എന്നത് അയാളുടെ ഒരു ശൈലിയാണ്. ആ ശൈലിക്കനുസരിച്ചാണ് 30/9/2013 ഗ്രൂപ്പ് യോഗം നടന്നത്. നിഷേധിക്കാമോ? നിഷേധിക്കട്ടെ. നിഷേധിച്ചാൽ ആ എവിടെ, ഏത് റൂമിലാണ് നടന്നത്, പങ്കെടുത്തവരാരൊക്കെ, ഏത് സമയത്താ നടന്നത്, ആരൊക്കെ സംസാരിച്ചു, എല്ലാ വിവരം നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ TPക്ക് അറിയോ? TP നടന്നിട്ട് സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ ചങ്ക് പൊട്ടിക്കാണ്. മുമ്പൊരു ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നു, അതിനെപ്പറ്റി പരാതി കൊടുത്തു. കരിവള്ളി മുഹമ്മദ് മൗലവി പരാതി കൊടുത്തു. കരിവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞ ആരാ? APയും TPയും കഴിഞ്ഞ ഇന്നത്തെ കാരണവന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാ അല്ലേ? അദ്ദേഹം പരാതി കൊടുത്തു. ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പരാതി കൊടുത്തു. ആ ഗ്രൂപ്പ് മീറ്റിംഗിനെ കുറിച്ച് അന്വേഷിക്കണം. അനങ്ങിയില്ല. അതുകൊണ്ട് ഇനിയും ഗ്രൂപ്പ് മീറ്റിംഗുകൾ ഇങ്ങനെ ഉണ്ടാവും, സംഘടനയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മൂവർ സംഘത്തെ മാറ്റി നിർത്തിയല്ലാതെ ഈ സംഘടന ഇനി രക്ഷപ്പെടുകയില്ല, യാതൊരു സംശയമല്ല. അതുകൊണ്ട് ആ മൂവർ സംഘത്തെ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ പഴയ ആദർശവും പഴയ ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ മൗദൂദികളും ഖുറാഫികളൊക്കെ വിചാരിക്കുന്നുണ്ടാകും മുജാഹിദ് പ്രസ്ഥാനം തകർന്നു കഴിഞ്ഞു. ഈ മൂവർ സംഘവും അവരനുകൂലിക്കുന്ന ഏതാനും ആളുകളും അത് ഇൻഷാ അല്ലാഹ് ഈ വിശദീകരണം താഴെ തലത്തിൽ അതിന്റെ എണ്ണം കുറഞ്ഞ് പിന്നെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് എണ്ണം അവിടെ ബാക്കിയാവും. അതാ സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം അതിന്റെ പൂർവോപരി ശക്തിയിൽ തന്നെ ഇനിയും ദഅവത്ത് രംഗത്തുണ്ടാകും. തൗഹീദി പ്രവർത്തന രംഗത്തേക്ക് നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന് നാം കൂട്ടായ്മകൾ, ഓരോ സ്ഥലത്തും ഈ ദഅവത്ത് നടത്താനുള്ള കൂട്ടായ്മകൾ നാം രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നാം ദഅവത്ത് പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ കേരളം മുഴുവൻ ദഅവത്ത് മുടക്കാമെന്നാണ് ഈ കോക്കസ് വിചാരിക്കുന്നത്. അത് കഴിയുകയില്ല എന്ന് ഈ വിശദീകരണ യോഗങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അതുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ വിശദമായി പറയേണ്ട കുറെ കാര്യങ്ങൾ പറയാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം 6-12 മണിക്കൂർ വിശദീകരിച്ച കാര്യങ്ങളാണ്. അതിന് നമുക്ക് ആകെ കിട്ടിയ 4 മണിക്കൂറാണ്. അതുകൊണ്ട് ഇനിയും ഈ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് അവന്റെ ദീൻ കൃത്യമായി ഉൾക്കൊള്ളാനാണ്, കൂട്ടാതെ കുറക്കാതെ ഉൾക്കൊള്ളാനാണ്. ആ നേതാവ് പറഞ്ഞിട്ട് ഈ നേതാവ് പറഞ്ഞിട്ട് ദീൻ ആരുടെയും മൂട്ടിൽ കെട്ടാനുള്ളതല്ല, നമ്മൾ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോ? യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങൾ, സത്യനിഷേധികളുടെ മുഖങ്ങൾ നരകത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുകയാണ്, യാ ലൈതനാ അതഅനല്ലാഹു വ അതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വ കുബറാഅനാ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ നേതാക്കന്മാര് വലിയവന്മാരനുസരിച്ചു പോയി,
അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു. റബ്ബനാ ആതിഹിം ദിഅഫൈനി മിനൽ അദാബി, അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ കൊടുക്കണേ. വൽ അൻഹും ലഅനം കബീറ, അവരെ നീ അങ്ങേയറ്റം ശപിക്കുകയും ചെയ്യണേ എന്ന് സത്യനിഷേധികൾ നരകത്തിൽ വെച്ച് വിലപിക്കുന്ന രംഗം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നേതാക്കളെ അനുസരിക്കണം, ശരിയാണ്. നേതൃത്വത്തെ അനുസരിക്കണം, ശരിയാണ്. പക്ഷേ ആ നേതൃത്വത്തെ അനുസരിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, വല്ല കാര്യത്തിലും നേതൃത്വവുമായി നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ ആ കാര്യത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് അഥവാ അവന്റെ ഖുർആനിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം, സുന്നത്തിലേക്ക് മടക്കണം. അതാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ള നിലപാട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് അന്വേഷിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. ഭൂരിപക്ഷം ചെയ്യുന്നതോ സംഘടന ചെയ്യുന്നതോ സംഘടനാ നേതൃത്വം ചെയ്യുന്നതോ എന്നൊക്കെ പ്രമാണത്തിന് യോജിക്കുന്ന ഏതാണോ അതാണ് നാം, അതിന്റെ കൂടെയാണ് നാം നിൽക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിൽ എന്തൊക്കെ ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലുകളും ഉണ്ടായാലും അതൊക്കെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളാൻ ഫിത്നയിൽ പരീക്ഷിക്കപ്പെടുകയാണ്, നമ്മുടെ ദീൻ പരീക്ഷിക്കപ്പെടുകയാണ്. ആ പരീക്ഷണത്തിൽ നാം വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുവാനും സത്യം ഉൾക്കൊള്ളുവാനും നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എന്റെ വാക്കിലോ എന്റെ പ്രയോഗങ്ങളിലോ വല്ല വിഷമവും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഈ ദീൻ വിശദീകരിക്കുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നല്ലാതെ ആരോടും നമുക്ക് ഒരു വിരോധവുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിയാതെ അറിഞ്ഞോ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറദ്ദീൻ വഖ്ദുൽ മൻ ഖദലൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.